ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ജാനകീ ജീവനസ്മരണം. എല്ലാ രാജാക്കന്മാരുടെയും പൗരമുഖ്യന്മാരുടെയും അതുപോലെ തന്നെ മഹാത്മാക്കളായിട്ടുള്ള വസിഷ്ഠാദികളുടെയും മുന്നിൽ വെച്ച് സീതാദേവി ശ്രീരാമസ്വാമിയെ വിധിപൂർവം താലിയിടുന്നു, അല്ലെങ്കിൽ വരണമാല്യം ചാർത്തുന്നു. ശ്രീരാമസ്വാമി സീതാദേവിയെ തന്റെ പത്നിയായി സ്വീകരിക്കുന്നു. കൂട്ടത്തിൽ മറ്റു 3 സഹോദരന്മാരും ഓരോരുത്തര് നേരത്തെ പറഞ്ഞ പ്രകാരം ഊർമിളയെയും മാണ്ഡവ്യയും ശുതകീർത്തിയെയും സ്വീകരിച്ചു എന്നാണ്. ഇതാണ് സീതാ സ്വയംവരം. ഇവിടെ നിങ്ങൾക്ക് കാണാം, ജനക മഹാരാജാവിന് സീതയെ കിട്ടുന്നത് യാഗഭൂമിയിൽ ഉഴവുചാലിൽ വെച്ചിട്ടാണത്രേ. അതുകൊണ്ട് സീതയെ വിളിക്കുന്ന പേര് അയോനിജ എന്നാണ്. അതായത് ഗർഭപാത്രത്തിലൂടെ പ്രസവിക്കാത്തവളായതുകൊണ്ടാണ് അയോനിജ എന്നുള്ളൊരു പേര് സീതാദേവിക്ക് വന്നത് എന്നാണ്. അപ്പൊ മണ്ണിൽ നിന്നും ജനിച്ചവളാണ് ആര്? എന്നാൽ മണ്ണിൽ നിന്ന് ജനിച്ചു എന്നിട്ട് പറയാനും പറ്റില്ല. മണ്ണിൽ നിന്ന് കിട്ടിയതാണ് സീതയെ. ആ ഒരു ഭാവമുണ്ടല്ലോ, നമ്മൾ വളരെ ശ്രദ്ധിക്കണം. യാഗഭൂമിയിൽ നിന്നും ഉഴവുചാലിൽ നിന്നും സീതയെ കിട്ടിയെന്ന് പറഞ്ഞാൽ അർത്ഥം എന്തായിരിക്കണം? കർമ്മഭൂമിയാണ് ശരീരം. ഈ കർമ്മഭൂമിയായിരിക്കുന്ന ശരീരത്തിൽ എപ്പോ നാം ആത്മീയമായ സാധനകൾ അനുഷ്ഠിക്കുന്നുവോ അപ്പോഴാണ് നമുക്ക് നമ്മുടെ മനസ്സിനെ കിട്ടാൻ തുടങ്ങുക എന്ന് പറയാനാണ്. അതുവരെ നമ്മൾ മനസ്സിന്റെ അടിമയാണെങ്കിൽ സാധനകൾ ചെയ്യുന്തോറും ക്രമേണ മനസ്സ് നമ്മുടെ ഭാഗത്തേക്ക് വരും, നമ്മുടെ അടിമയായി തീരും. ഉഴവ് ചെയ്യുമ്പോഴാണ്, സാധന ചെയ്യുമ്പോഴാണ് സീതയെ കിട്ടിയത് എന്ന് പറയാനാണ്. കർമ്മഭൂമിയായിരിക്കുന്ന ശരീരത്തിൽ നിന്നും ഉഴവാകുന്ന ആത്മീയമായ സാധനകൾ ചെയ്തപ്പോ അവിടെ നിന്ന് കിട്ടി അയോനിജയായ സീതയെ. അയോനി എന്ന് പറഞ്ഞാൽ എവിടുന്നാ വന്നത് എന്നറിയില്ല അവള്. ഇതുപോലെ മനസ്സ് എവിടുന്നാ വന്നത് എന്നറിയില്ല. എന്നാലും നമുക്ക് മനസ്സിലാവുന്നുണ്ട് നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും കാരണം ആരാണ്? മനസ്സാണ് എന്ന് മനസ്സിലാവുന്നുണ്ട്. അതാർക്കാ മനസ്സിലാവുക എന്നറിയൂ? സാധനകൾ ചെയ്യുന്നവർക്കേ മനസ്സിലാവുള്ളൂ. അല്ലാത്തവർക്ക് മനസ്സിലാവുക തന്റെ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം തന്റെ മനസ്സാണെന്നല്ല, മറ്റുള്ളവരാണെന്നുള്ളതാണ്. നിങ്ങൾ സാധന ചെയ്യുന്തോറും നിങ്ങൾക്ക് മനസ്സിലാവും എന്റെ സകല പ്രശ്നങ്ങൾക്കും കാരണം എന്റെ മനസ്സിന്റെ ദൗർബല്യങ്ങളാണ്. ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ട പരന്തപ. ഭഗവാൻ ഉദ്ധവർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണെങ്കിൽ, നായം ജനോമേ സുഖദുഃഖഹേതു നദേവദാത്മാഗൃഹകർമ്മകാല മനഃപരം കാരണമാമനന്തി സംസാരചക്രം പരിവർത്തയേയൽ. എന്റെ ദുഃഖങ്ങൾക്കൊന്നും കാരണം ആരും അല്ല, ജനങ്ങളും അല്ല, ദേവതയല്ല, കർമ്മമല്ല, ഗൃഹമല്ല, നക്ഷത്രമല്ല. പിന്നെയോ എല്ലാറ്റിനും കാരണം മനസ്സ് തന്നെയാണ്. ഇതെപ്പോഴാ നമ്മൾ തിരിച്ചറിയുക? ഉഴവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ. ഉഴവ് ചെയ്യാ പറഞ്ഞാൽ ആത്മീയമായി സാധനകൾ അനുഷ്ഠിക്കുന്ന സമയത്ത് നിങ്ങൾ നാമം ജപിക്കുമ്പോഴും അത് അറിഞ്ഞുകൊണ്ട് വിവേകത്തോടെ നിങ്ങൾ സാധന ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഖനിയാണ് നിങ്ങളുടെ തന്നെ മനസ്സാകുന്ന ഖനി എന്ന് പറയാം. ഇനി ആ മനസ്സിനെ ആരോട് ചേർക്കണം? രാമനോട് ചേർക്കണം. പക്ഷെ ഒരു തടസ്സമുണ്ട്. ആരാണ് തടസ്സം? ഒരു ചാപം തടസ്സം നിൽക്കുന്നുണ്ട്. അതിനെ അങ്ങോട്ട് പൊട്ടിക്കണം. അതാണ് നമ്മുടെ അഹങ്കാരമാകുന്ന ചാപം എന്ന് പറയണം. ആ അഹങ്കാരമാകുന്ന വില്ല് പൊട്ടാത്തൊടത്തോളം കാലം സീതയ്ക്കൊരിക്കലും രാമനിലേക്ക് ചേരാൻ സാധ്യമല്ല. അപ്പൊ അതിനെന്ത് വേണം? ആ ചാപത്തെ ആരുടെ കൈകളിലേക്ക് ഏൽപ്പിക്കണം? രാമന്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചാൽ മതി. സീതയെ ഏൽപ്പിക്കുന്നതിന് മുമ്പ് ചാപം രാമനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളെ തന്നെ അങ്ങോട്ട് സർവധർമാൻ പരിത്യജ്യ രാമനിലേക്ക് അങ്ങോട്ട് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, രാമദാസനായി ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ
അഹങ്കാരമാകുന്ന വില്ല് പൊട്ടും, സീതയാകുന്ന മനസ്സ് രാമനിലേക്ക് ചേരും. എത്ര മനോഹരായിട്ടാണ് ഈ കഥകളൊക്കെ വർണ്ണിച്ചിരിക്കുന്നത്. ഇതൊക്കെ ഈ ദൃഷ്ടിയിൽ നമ്മൾ നോക്കാൻ തുടങ്ങിയല്ലോ. ഈ സീതാസ്വയംവരം എവിടെ നടക്കണം? നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നടക്കണം. മനുഷ്യ മനസ്സിന്റെ വിവാഹമാണ് സീതാസ്വയം. മനസ്സാകുന്ന സീതയും ആത്മാവാകുന്ന രാമനും സംയോജിക്കുന്നതാണ് രാമാസീത വിവാഹം. അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലാണ് നടക്കേണ്ടത്, അല്ലേ? ഇതൊക്കെ ഈ രീതിയിൽ നിങ്ങൾ കാണുമ്പോണ്ടല്ലോ രാമായണം ഇന്നും നിലനിൽക്കുന്നില്ലേ? ഈ നിമിഷം ഇവിടെ ഇല്ലേ? ഇനി നമ്മൾ ചോദിക്കേണ്ട ചോദ്യം, ഇപ്പോ സീതയാകുന്ന നമ്മുടെ മനസ്സിന്റെ അവസ്ഥ എവിടെയാണ് എന്നാണ്. അത് ഇപ്പോഴും ചാപം പൊട്ടിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള. മിക്കവാറും ഞാനും നിങ്ങളൊക്കെ ചാപം ഇങ്ങനെ രാമന്റെ കയ്യിൽ കൊടുത്തിട്ടേ ഇല്ല. കൊടുത്താലേ അയാൾക്ക് പൊട്ടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ രാമദാസനല്ലാത്തോടത്തോളം കാലം ചാപം പൊട്ടിക്കാൻ രാമന് സാധ്യമല്ല. രാമനെ ഏൽപ്പിക്കൂ ചാപം. അതെങ്ങനെയാ അറിയാം രാമന്റെ കയ്യിൽ നമ്മൾ ചാപം കൊടുക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്? ജീവിതാനുഭവം മുഴുവൻ നമ്മൾ ശ്രീരാമ ഭഗവത് പ്രസാദമായി കാണാൻ തുടങ്ങുമ്പോ, എന്തു വരുമ്പോഴും രാമപ്രസാദമായി, ശ്രീരാമസ്വാമിയുടെ നിശ്ചയമായി ഭഗവത് പ്രസാദമായി കാണാൻ തുടങ്ങുമ്പോ നമ്മുടെ ചാപത്തെ നമ്മൾ ആരിൽ ഏൽപ്പിച്ചു? രാമനിൽ ഏൽപ്പിച്ചു കഴിഞ്ഞു പറയാം. അപ്പൊ സീത എന്തായാലും അവിടെ എത്തും. ഇപ്പൊ നമ്മൾ മനസ്സിനെ വിട്ടുകൊടുക്കുന്നില്ല. നമ്മൾ പറയണത് ഞാൻ വിചാരിച്ച പോലെ തന്നെ നടക്കണം കാര്യം എന്നുള്ളതാണ്. അഹങ്കാരം അങ്ങനെയൊന്നും വിട്ടുകൊടുക്കില്ല. ഞാനെന്ന ഭാവമുണ്ടല്ലോ. എഴുത്തച്ഛൻ പറയും, ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവമതു തോന്നായിക വേണമിക തോന്നുന്നതാകിലകിലം ഞാനിതെന്ന വഴി തോതേണമേ വരദ നാരായണായ നമ. ഞാനിതെന്ന വഴി ഒന്നും തോന്നണ്ട, ഇതൊക്കെ ഭഗവാന്റെയാണെന്ന് തോന്നിയാൽ തന്നെ വലിയ കാര്യമാണ്. ഇതൊക്കെ പറയാൻ വളരെ എളുപ്പമാണ്. എല്ലാം ഭഗവാന്റെ, എല്ലാം ഭഗവാന്റെ എന്ന് നമ്മൾ പറയും. ഏത് ഹാളിലൊക്കെ ഇരുന്നിട്ട് പറയാൻ പറ്റും. എന്ത്? എല്ലാം ഭഗവാന്റെ എന്ന്. ഇത് കഴിഞ്ഞ് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന സമയത്ത് നിങ്ങളുടെ രാമായണ പുസ്തകം വല്ലവരും എടുത്തുകൊണ്ടുപോയാൽ അത് കാര്യം, അതൊക്കെ അത് എന്റേതാണ്, ബാക്കിയെല്ലാം രാമന്റെയാണ്. ഇത് നമുക്ക് കൂളായി പറയാൻ പറ്റണം, അല്ലേ? ഇപ്പൊ നിങ്ങളുടെ ഒരു വില പിടിച്ച സാധനം താഴെ ഇട്ടിട്ട് അതിന്റെ മുകളിൽ കാല് വെച്ച് കഴിഞ്ഞാൽ, ആരെങ്കിലും ചവിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്നത് രാമന്റെ ആയിട്ടാണോ തോന്നുന്നത്, എന്റെ ആയിട്ടാണോ തോന്നുന്നത്? രാമന്റെ. ഇതെന്റെ സാധനം മുഖത്ത് കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുക. നമ്മൾ ദേഷ്യപ്പെടും. കാരണം നമുക്കറിയാം ആ സാധനം എന്റെയാണ്, എന്റെയാണ്. അങ്ങനെ പറഞ്ഞ് നല്ലവണ്ണം പരിശീലിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ചാപത്തെ രാമനിൽ ഏൽപ്പിക്കണം. അതുകൊണ്ട് പറഞ്ഞ് പരിശീലിക്കേണ്ടത് എന്റെ എന്ന് പറയുന്നതൊക്കെ രാമന്റെയാണ്, രാമന്റെയാണ്, രാമന്റെയാണ്. ആര് നിശ്ചയിച്ചതേ നടക്കുള്ളൂ? രാമൻ ഭഗവാൻ നിശ്ചയിച്ചതേ നടക്കുള്ളൂ. ഭഗവല്ലിച്ച പോലെ നടക്കട്ടെ, ഭഗവല്ലിച്ച പോലെ നടക്കട്ടെ. രാമകൃഷ്ണ പരമഹംസർ നല്ലൊരു കഥ പറയും ഇതിനെക്കുറിച്ച്. പണ്ടൊരു ഭഗവത് ഭക്തൻ ഉണ്ടായിരുന്നു, രാമഭക്തൻ. എന്തും പറയാ രാമയിച്ച, രാമയിച്ച, രാമയിച്ച എന്നാ പറയാ. ഇന്നും രാമന്റെ ഇച്ഛ പോലെ. ഇദ്ദേഹം വലിയ കച്ചവടക്കാരനായിരുന്നു. ലാഭം കിട്ടിയാലും പറയും രാമയിച്ച, നഷ്ടപ്പെട്ടാലും പറയും രാമന്റെ ഇച്ഛ. അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തി. ഒരിക്കലും ഇദ്ദേഹം കടയൊക്കെ അടച്ചിട്ട് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഇദ്ദേഹത്തിനെ കള്ളന്മാരെ പിടിച്ചു കൊണ്ടുപോയി എന്നാണ്. ഇദ്ദേഹത്തിനെ അവർക്ക് മനസ്സിലായില്ല എന്തിനാ, ആരാണ് എന്താണെന്ന്. അവര് കുറെ മുതലുകൾ കട്ടെടുത്തിട്ടുണ്ടായിരുന്നു. ആ മുതലുകളൊക്കെ ഇയാളുടെ തലയിൽ വെച്ചിട്ട് ഇയാളെ കൊണ്ട് ചുമപ്പിക്കുകയാണ്. ആ സമയത്ത് പോലീസ് വന്നപ്പോ അവര് ഓടി രക്ഷപ്പെട്ടു. ഇയാളെ പോലീസ് പിടിച്ചു. ഇയാളെ പോലീസ് പിടിച്ചു. ചോദിച്ചു, എന്താ ഈ കട്ട മുതലൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, കക്കാൻ പോയിരുന്നോ എന്ന്. ഇതൊക്കെ രാമയിച്ച കൊണ്ട് വന്നതാണ്. അവര് വിചാരിച്ചു രാമയിച്ച എന്ന് പറഞ്ഞാല് ഇയാളുടെ കൂട്ടത്തിൽ കക്കാൻ പോയ ഒരാളുടെ ഇച്ഛയാണെന്നുള്ളത്. പിടിച്ചു കൊണ്ടുപോയിട്ടു, ജയിലിൽ കൊണ്ടുപോയിട്ടു. കോടതിയിൽ വന്നു കാര്യം. കോടതി ചോദിച്ചു, എങ്ങനെയാ നിങ്ങൾ ഇതിൽ പെട്ടുപോയത് എന്ന്. പറയാണ്, രാമന്റെ ഇച്ഛ കൊണ്ട് കട അടച്ചു, രാമന്റെ ഇച്ഛ കൊണ്ട് വീട്ടിലേക്ക് പോയിരുന്നു, രാമന്റെ ഇച്ഛ കൊണ്ട് കള്ളന്മാര് വന്നു, രാമന്റെ ഇച്ഛ കൊണ്ട് അവർ തലയിലെന്തോ ഭാണ്ഡം വെച്ചു, രാമന്റെ ഇച്ഛ കൊണ്ട് പോലീസ് പിടിച്ചു, രാമന്റെ ഇച്ഛ കൊണ്ട് ഞാൻ പറഞ്ഞു രാമ ഇച്ഛ കൊണ്ടാ നടന്നത് എന്ന്. അവരെന്നെ പിടിച്ച് ജയിലിലടച്ചു. ഇപ്പൊ രാമന്റെ ഇച്ഛ കൊണ്ട് അങ്ങയുടെ മുന്നിൽ വന്നിരിക്കണമെന്ന്. ഇത് കേട്ടപ്പം ജഡ്ജിന് മനസ്സിലായി, പാവം ഇയാൾക്ക് എല്ലാം കുറെ ഈച്ചകളുണ്ട്, എല്ലാം രാമ ഇച്ഛയാണ്, രാമ ഇച്ഛയാണ്. അതുകൊണ്ട് പാവം
ഇയാളെ കള്ളനല്ല, അത് മനസ്സിലാക്കിക്കൊണ്ട് അയാളെ വിട്ടു എന്ന് പറയാണ്. ഇങ്ങനെ നമ്മൾ ജീവിതത്തിലെല്ലാം രാമയിച്ചയായിട്ട് കാണണം. നമ്മൾ എപ്പോഴാ രാമയിച്ച കാണാന്നറിയോ? അതുണ്ട് നമ്മുടെ ജീവിതത്തില്. ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ രാമയിച്ച കാണും. എപ്പോഴാ അറിയോ? നമ്മൾ വിചാരിച്ചത് നടക്കുമ്പോൾ നമ്മൾ പറയും ഭഗവാന്റെ ഇച്ഛയാണെന്ന്. ചില സമയത്ത്, എപ്പോഴും പറയില്ല. എന്നാൽ നമ്മൾ വിചാരിച്ച കാര്യം നടക്കാതെ വരുമ്പോൾ നമ്മൾ എന്താ പറയാ അറിയോ? രാമന്റെ ശാപാണെന്ന് പറയും. ആ ദൈവം എന്നെ ശപിച്ചിരിക്കുകയാണെന്ന് പറയും. അപ്പൊ രാമയിച്ചയായിട്ട് നമ്മൾ കാണില്ല. ഇങ്ങനെ നമ്മൾ പറഞ്ഞ് പരിശീലിക്കുമ്പോൾ നമ്മുടെ ധനുസ് ആരുടെ കയ്യിലേക്ക് വരും? രാമന്റെ കയ്യിലേക്ക് വരും. രാമൻ ആ അഹന്തയെ വലിച്ചൊടച്ചു കഴിഞ്ഞാൽ മനസ്സാകുന്ന സീത രാമനാകുന്ന ആ ചൈതന്യത്തിലേക്ക് ചേരുന്നതാണ് രാമ സീത സ്വയംവരം. മനസ്സിലായോ? ഈ സ്വയംവരം എവിടെ നടക്കണം? നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നടക്കണം. സീതയാകുന്ന മനസ്സ്, യാഗഭൂമിയാകുന്ന ശരീരം, സാധനയാകുന്ന ഉഴവ്, ആ സീതയാകുന്ന മനസ്സിനെ രാമനിലേക്കെത്താൻ തടസ്സപ്പെടുത്തുന്ന ഞാനെന്ന അഹങ്കാരമാകുന്ന ധനുസ്, അത് ശൈവജാപമാണ് എന്ന് പറഞ്ഞു. ശൈവജാപം എന്ന് പറഞ്ഞാൽ ശിവനാൽ ദത്തമായത്. ശിവൻ എന്നാൽ ചൈതന്യം എന്നർത്ഥം. അപ്പൊ ശിവചൈതന്യത്തിൽ നിന്നാണ് ഞാനെന്ന അഹന്ത വരുന്നത്. ഈ അഹന്തയ്ക്ക് ഇംഗ്ലീഷിലുണ്ടല്ലോ, അഹത്തിന് സ്പെല്ലിംഗ് എങ്ങനെ എഴുതുക? ഞാൻ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ സ്പെല്ലിംഗ് എങ്ങനെ എഴുതുക? ഐ അല്ലേ? ഭഗവാൻ പറയണു എപ്പോഴും അഹം 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 എന്നാണ് ഭഗവാൻ പറയുക. ഞാൻ 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 എന്ന് പറയുക. നമ്മളും ഞാൻ 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 എന്ന് പറയുന്നുണ്ട്. ഭഗവാൻ ഞാനെന്ന് പറയുന്നത് സർവചരാചരങ്ങളിലും വ്യാപിച്ചിരിക്കുന്ന ചൈതന്യത്തെയാണ് ആണെങ്കിൽ, നമ്മൾ ഞാനെന്ന് പറയുന്നത് ഈ ശരീരത്തിൽ മാത്രമുള്ള ഒരു സംസ്കാര സവിശേഷമായ അഹങ്കാരമാണ്. ഭഗവാന്റെ ഐ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആണ്. കാരണം എല്ലാവരിലും വ്യാപിച്ചിരിക്കുന്നതാണ്. നമ്മളിലെ ഐ എന്ന് പറയുന്നത് വളഞ്ഞതാണ്, വില്ലുപോലെ. കാരണം അത് ഈ ശരീരത്തിൽ മാത്രം നിൽക്കുന്നതാണ്. അതിനെയാണ് രാമൻ ഒടിച്ചത് എന്ന് പറയുകയാണ്. അപ്പൊ നമ്മുടെ ചെറിയ അഹങ്കാരം അത് ഒടിച്ചു കഴിഞ്ഞാൽ നമ്മളിലെ സീത ആരിലേക്ക് ചെന്ന് ചേരും? രാമനിലേക്ക് ചെന്ന് ചേരും. അപ്പൊ എപ്പോഴും ഐ എന്ന് ഉപയോഗിക്കുമ്പോഴൊക്കെ തിരിച്ചറിഞ്ഞോളാം, നമ്മുടെ ഐ എന്ന് പറയുന്നത് വളഞ്ഞതാണ്. ഈ വളഞ്ഞ ഐയുടെ പിന്നില് ഒരു സ്ട്രെയിറ്റ് ഐ ഉണ്ട്. അതാണ് ഭഗവാന്റെ ഐ എന്ന് പറയുന്നത്. അഹം സർവേഷു ഭൂതേഷു ബോധാത്മാവസ്ഥിതാസ്ഥത, ഞാൻ എല്ലാ ഭൂതങ്ങളിലും ഇരിക്കുന്നു എന്ന് ഭഗവാൻ പറയുമ്പോൾ അത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഐ ആണെന്ന് പറയാണ്. ഇപ്രകാരം സീതാസ്വയംവരത്തെ പറഞ്ഞു. ദശരഥൻ വന്നു, 4 പേരുടെയും വിവാഹമൊക്കെ കഴിഞ്ഞു. ഇവരുടെ പേരും രസമാണ്. ഒരാള് സീതയാണ്, മറ്റൊരാള് ഊർമിളയാണ്, മറ്റൊരാള് മാണ്ഡവിയാണ്, വേറൊരാള് ശ്രുതകീർത്തിയാണ്. അവരുടെ പേരൊക്കെ വളരെ രസമാണ്. ശ്രുതം എന്ന് പറഞ്ഞാൽ കേൾക്കുക എന്നർത്ഥം. ജീവിതത്തിൽ കീർത്തി തരുന്നതിനെ കേൾക്കണം, ജീവിതത്തിൽ ഉന്നതി തരുന്നതിനെ കേൾക്കണം. അതാണ് സത്സംഗം എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിനെ ഉയർത്താൻ സാധിക്കുന്നതിനെ, ഉത്കൃഷ്ടമായതിനെ കേൾക്കണം. അങ്ങനെ കേൾക്കുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തരും ആരായിത്തീരും? ശ്രുതകീർത്തിയിൽ നിന്നും അടുത്ത ആളിലേക്ക് ഉയരണം. അതാരാണ്? ലക്ഷ്മണന്റെ ഭാര്യയുടെ പേര് ഊർമിളയായിത്തീരും. മനസ്സിന് ഊർമിളത്വം വരാൻ തുടങ്ങും. ഊർമിളം എന്ന് പറഞ്ഞാൽ മനസ്സിന് തണുപ്പ് വരാൻ തുടങ്ങും, മനസ്സ് ശാന്തമാവാൻ തുടങ്ങും. ശാന്തമായിരിക്കുന്ന ഒരു മനസ്സ് മാണ്ഡവി. മാണ്ഡവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധി പ്രകാശിച്ചിരിക്കുന്നവൾ എന്നർത്ഥം. മനസ്സ് പ്രസന്നമായി തീരുന്തോറും ബുദ്ധി പ്രകാശിക്കാൻ തുടങ്ങും. ആ ബുദ്ധി പ്രകാശിച്ചു കഴിഞ്ഞാൽ മനസ്സ് രാമനിലേക്ക് ചേരും. അതാണ് സീത എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ഓരോ പേരുകളുണ്ടല്ലോ, സാധനാടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ നമ്മുടെ മനസ്സിന്റെ 4 സ്റ്റേജുകളാണ് ഈ 4 പത്നിമാരെന്ന് പറയുകയാണ്. ഒന്നാമത്തെ മനസ്സെന്ന് പറയുന്നത് സത്സംഗങ്ങൾ കേൾക്കുന്ന മനസ്സ്. രണ്ടാമത്തത് സത്സംഗങ്ങൾ കേട്ടുകൊണ്ട് ശാന്തത വരുന്ന മനസ്സ്. ശാന്തത വരുന്തോറും
ബുദ്ധി പ്രകാശിക്കുന്ന മനസ്സ്, ബുദ്ധി പ്രകാശിക്കും തോറും ഭഗവാനിലേക്ക് ചേരുന്ന മനസ്സ്. മനസ്സിലാവുണ്ടല്ലോ? ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ നടക്കണം. നിങ്ങൾ ഭാഗവതത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ പറയും, ഭഗവത് സംഘത്താൽ പ്രസന്നമായ മനസ്സിൽ ഭഗവത് തത്വവിജ്ഞാനം, ബുദ്ധി പ്രകാശിക്കും, മുക്തസംഗസ്യ ജായതേ, ആ മനസ്സ് മുക്തിയിലേക്ക് ഉയരുന്നു പറയാണ്. അപ്പം മനസ്സിന്റെ 4 സ്റ്റേജുകളുണ്ട്. ഒന്ന് സത്സംഗം കേൾക്കുന്ന മനസ്സ്, സത്സംഗത്തിലൂടെ സാധന അനുഷ്ഠിച്ച് പ്രസന്നത വരുന്ന മനസ്സ്, പ്രസന്നതയിലൂടെ ബുദ്ധി പ്രകാശിക്കുന്ന മനസ്സ്, ബുദ്ധി പ്രകാശിച്ച മനസ്സ് ആ ചൈതന്യത്തിലേക്ക് ലയിക്കുന്ന മനസ്സ്. ഏത് കാര്യത്തിലും 4 ഘട്ടങ്ങളുണ്ട്. നമ്മൾ 4 ഘട്ടങ്ങളിലൂടെ കടന്നുപോയേ പറ്റുള്ളൂ. ഇപ്പൊ ഉറക്കത്തിലേക്ക് നിങ്ങൾക്ക് കടക്കണം. ആദ്യം നിങ്ങൾ തയ്യാറെടുപ്പ് നടത്തണം, കട്ടിലൊക്കെ തയ്യാറാക്കണം, ഇല്ലേ? രണ്ടാമത്തത് നിങ്ങളതിൽ കിടക്കണം. മൂന്നാമത്തത് ഉറക്കത്തിലേക്ക് അങ്ങോട്ട് മനസ്സ് തിരിയണം. അവസാനം ഉറക്കത്തിലേക്ക് മനസ്സ് ലയിക്കണം. 4 സ്റ്റേജുകൾ എന്തായാലും ഉണ്ട്. ഇതുപോലെ തന്നെയാണ് ആത്മീയതയിൽ എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെ നമുക്ക് ഈ കഥകളെ കാണാം. അതിനുശേഷം അവരവിടുന്ന് പോവാൻ നിശ്ചയിച്ച് ഇറങ്ങുമ്പോഴാണ് അച്ഛനായിരിക്കുന്ന ജനക മഹാരാജാവ് സീതയെയും മറ്റുള്ളവരെയൊക്കെ വിളിച്ച് പതിവ്രതാധർമ്മം ഉപദേശിക്കുന്നത്. അപ്പൊ അന്നത്തെ കല്യാണ സമയത്ത് അച്ഛനമ്മമാര് ഉപദേശിച്ചു കൊടുക്കേണ്ട ഒന്നാണ് പതിവ്രതാധർമ്മം. എന്താ പതിവ്രതാധർമ്മം? ഇനി ഇവിടം മുതൽ നീ എന്ത് ധർമ്മമാണ് അനുഷ്ഠിക്കേണ്ടത്? ഇത് ഇന്നത്തെ കാലഘട്ടത്തിലൊന്നും ഇല്ലേ ഇങ്ങനത്തെ ധർമ്മങ്ങളൊന്നും പറഞ്ഞു കൊടുക്കുന്നത്? പറയാണ്, ഭർത്താവിനെ നിഴൽ പോലെ പിന്തുടരണം എന്ന് വെച്ചാൽ എന്താണ്? ഭർത്താവ് എവിടെ പോകുമ്പോഴും വാല് പോലെ നടക്കണം എന്നാണോ പറയുന്നത്? അല്ല, ഭർത്താവിനെ എപ്പോഴും ശുശ്രൂഷിക്കേണ്ടത് തന്റെ ധർമ്മമാണ്. ഇനി ഇവിടം മുതൽ തന്റെ സുഖത്തിന് വേണ്ടിയല്ല ഞാൻ ജീവിക്കുന്നത്, എന്റെ സുഖത്തെ ത്യാഗം ചെയ്ത് ഭർത്താവിന്റെ സുഖം എന്റെ സുഖമായി തീരണം. ഇതായിരിക്കണം എന്റെ പ്രതിജ്ഞ. ഇന്നത്തെ പെൺകുട്ടികൾക്ക് ഇങ്ങനത്തെ ഒരു സംസ്കാരം നമ്മൾ അച്ഛനമ്മമാര് പറഞ്ഞു കൊടുക്കുന്നില്ല. ഭർത്താവിന്റെ സുഖമാണ് തന്റെ സുഖം എന്ന് ഒരച്ഛനും അമ്മയും പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ആ ഭർത്താവിനെ ശുശ്രൂഷിക്കാനുള്ള മനസ്സ് ആ കുട്ടിക്ക് വരുന്നത് പറയാണ്. തന്നെ ശുശ്രൂഷിക്കാനല്ല പിന്നെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. രണ്ടാമത്തത്, ഭർത്താവ് എന്തു തരുന്നുവോ അത് സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള പ്രസന്നത മുഖത്ത് വെച്ചുകൊള്ളണമെന്നാണ്. മൂന്നാമത്തത്, ഭർത്താവ് തന്നതിലൊന്നും യാതൊരു പരാതിയും പറയാതെ പ്രസന്നതയോടെ സന്തോഷത്തോടെ സംസാരിക്കണമെന്നാണ്. അപ്പൊ പ്രസന്നതയോടെ സംസാരിക്കുക, പ്രസന്നതയോടെ സ്വീകരിക്കുക, പ്രസന്നതയോടെ ശുശ്രൂഷിക്കുക. ഇങ്ങനെ ഒരു പ്രസന്ന ഭാവം ആരുടെ മുഖത്ത് വേണം? കല്യാണം കഴിക്കുന്ന കുട്ടികൾക്ക് വേണമെന്ന് പറയാണ്. ഇന്ന് കല്യാണം കഴിക്കുമ്പോഴേ ചോദിക്കുന്നത് നിങ്ങൾ എനിക്കെന്തൊക്കെ ചെയ്തു തരും എന്നുള്ളതാണ്, ഇങ്ങോട്ട് എന്തൊക്കെ ചെയ്യും എന്നുള്ളതാണ്. ഈ ഡിമാൻഡ് വെച്ചിട്ടാണ് കല്യാണം കഴിക്കുന്നത്. പിന്നെ ഇങ്ങനെയോ കല്യാണം നേരെ ആവുക. എന്ന് മാത്രമല്ല, അച്ഛനമ്മമാരുണ്ടല്ലോ, കല്യാണം കഴിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ജീവിതത്തിൽ ഇടപഴകരുത്. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കാര്യത്തിൽ നിന്ന് ഇടപഴകരുത്. അവരുടെ ജീവിതം നയിക്കാൻ അവരെ അനുവദിച്ചു കൊടുക്കണം. നമ്മൾ അനാവശ്യമായിട്ട് അവരുടെ ജീവിതത്തിൽ ഇടപഴകുമ്പോഴാണ് ഭർത്താവിനെ ശുശ്രൂഷിക്കുന്നതിനേക്കാൾ സ്വന്തം അച്ഛനെയോ അമ്മയെ ശുശ്രൂഷിക്കുന്ന എത്രയോ കുട്ടികളുണ്ടോ? ഉണ്ടോ? സ്വന്തം ഭർത്താവിനെ ശുശ്രൂഷിക്കുന്നതിനേക്കാൾ അച്ഛനമ്മമാരെ ശുശ്രൂഷിക്കുന്ന എത്രയോ കുട്ടികളെ നിങ്ങൾക്ക് കാണാം. അച്ഛനമ്മമാരെ ശുശ്രൂഷിക്കലല്ല കല്യാണം കഴിച്ചു കഴിഞ്ഞാലുള്ള ജോലി. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭർത്താവിനെ ശുശ്രൂഷിക്കലാണ് ജോലി. അതുപോലെയാണ് ഭർത്താവിന്റെ ജോലിയും അത് തന്നെയാണ്. കല്യാണം കഴിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ ഭാര്യയാണ്. ഭാര്യയെ നോക്കേണ്ടത് തന്റെ ധർമ്മമാണ്. ആ ഭാര്യയെ വേണ്ട വിധത്തിൽ നോക്കാതെ വീണ്ടും അച്ഛനമ്മമാരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോഴാണ് അസൂയയും വിദ്വേഷവും കാര്യങ്ങളൊക്കെ വരുന്നത്. എന്ന് വെച്ച് അച്ഛനമ്മമാരെ നോക്കരുത് എന്നല്ല പറയുന്നത്. പത്നിയെ കൊണ്ട് വേണം അവരെ പോലും നോക്കിക്കാനുള്ള സംസ്കാരം അവൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ. അപ്പൊ അങ്ങനെ ഒരു അന്തരീക്ഷം ആരുണ്ടാക്കി വെക്കണം? തന്റെ വീട്ടുകാരും താൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന മകളും തമ്മിലുള്ളൊരു ബന്ധം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ, അച്ഛനമ്മമാരോട് ആദരവുണ്ടാക്കി കൊടുക്കുന്നതിൽ ഭർത്താവിനൊരു പങ്കുണ്ട് എന്ന് പറയുന്നത്. ഇന്ന് ഇത്തരത്തിലുള്ള നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വിട്ടുപോയത് കൊണ്ടായിരിക്കാം കല്യാണം കഴിച്ചു കൊണ്ടുവരുന്നതേ ശത്രുക്കളായിട്ടാണ്. പെൺകുട്ടികൾ അകത്ത് വരുമ്പോഴേ മനസ്സിൽ വിചാരിക്കുക, അമ്മായിയമ്മ ഉണ്ടോ, അമ്മായിയപ്പുണ്ടോ,
ഇവരുടെ കൂടെയൊക്കെ ജീവിക്കേണ്ടി വരുമോ? ഞാൻ തമാശയല്ല പറയേണ്ടത്. ചില കുട്ടികളുണ്ടല്ലോ, വളരെ നിർബന്ധ ബുദ്ധിയുള്ള കുട്ടികളുണ്ട് ഇന്നത്തെ കാലത്ത്. എന്താണ്, ഭർത്താവ് അച്ഛനമ്മമാരുടെ കൂടെ ജീവിക്കുകയാണെങ്കിൽ ഞാൻ കല്യാണം കഴിക്കുന്നില്ല എന്ന് പറയുന്ന കുട്ടികളുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കുകയാണെങ്കിൽ ഞാൻ കൂടെ വരാം, നിങ്ങളുടെ അച്ഛന്റെ അമ്മയുടെയും കൂടെ ജീവിക്കാൻ എന്നെ കിട്ടില്ല. കാരണം എനിക്ക് നിങ്ങളുടെ അച്ഛനെ അമ്മയെ നോക്കലല്ല ജോലി. നമുക്കതൊന്നും വേണ്ട, നിങ്ങൾ വേറെ വീടെടുത്തു, ഞാൻ വരാം. ഇങ്ങനെ ഡിമാൻഡ് വെച്ച് കല്യാണം കഴിക്കുന്നവരുണ്ട്. അതുകൊണ്ടായിരിക്കും ഇന്നത്തെ കാലത്ത് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ആളുകൾ അച്ഛനമ്മമാരുടെ കൂടെ താമസിക്കാത്തത്. കാരണം അതൊരു തലവേദനയായി മാറുകയാണ് പിന്നെ അവര്. അതും ചില അമ്മമാരാണെങ്കിൽ വിവേകമില്ലാതെ വേണ്ടാതെ അവരുടെ ജീവിതത്തിൽ ഇടപഴകാൻ പോകും. സംസ്കാരമില്ലെങ്കിലുള്ള കുഴപ്പങ്ങളാണ്. അതാണ് കുടുംബ ജീവിതത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. നിങ്ങളൊക്കെ രാമായണത്തിലേക്കൊക്കെ ഇറങ്ങിത്തിരിച്ച് കുട്ടികളുടെയൊക്കെ കല്യാണം കഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അധിക സമയമൊന്നും വീട്ടിലിരിക്കരുത്, എവിടെയെങ്കിലുമൊക്കെ സത്സംഗത്തിന് പോവുക. നല്ലതാണ് അതൊരു കണക്കിന്. ചില അമ്മായിയമ്മമാരുണ്ടല്ലോ, വലിയ പ്രശ്നം ഉണ്ടാക്കും. ടിവിയും അതുപോലെ തന്നെ അടുത്ത വീട്ടിൽ ചെന്ന മരുമകളുടെ കുറ്റവും കുറവും ഇതൊക്കെ അങ്ങോട്ട് പറയുന്ന സമയത്താണ് മരുമകൾക്ക് കലി പിടിക്കുക. അപ്പോഴാണ് മരുമകൾ അമ്പലത്തിൽ ചെന്ന് ചോദിക്കുക, അമ്മായിയമ്മയുടെ ആയുസ് പെട്ടെന്ന് പോവാൻ. നമ്മളൊന്നും ആരായിത്തീരരുത്, ശല്യാത്മാക്കളായിത്തീരരുത്. നമ്മളൊക്കെ ആദരണീയരായിത്തീരണം. അതുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ കഴിയുന്നത്ര ഇടപഴകരുത്. പറഞ്ഞു കൊടുക്കേണ്ടതുണ്ടല്ലോ, തന്നെ ശുശ്രൂഷിക്കണം എന്നല്ല, മറ്റുള്ളവരെ ശുശ്രൂഷിക്കണം. ഇതാണ് ജനക മഹാരാജാവ് പറയുന്നത്. മോളെ, നിങ്ങൾ മകളെ കല്യാണം കഴിച്ചു വിടുമ്പോ എന്താ പറയാ അറിയോ? ഇടയ്ക്ക് വിളിക്കണം കേട്ടോ എന്നാ പറയാ. എന്തെങ്കിലും വിഷമുണ്ടെങ്കിൽ വിളിച്ചോളൂ കേട്ടോ എന്ന്, ഞാൻ നോക്കിക്കൊള്ളാന്നാണ്. എന്നാൽ ജനക മഹാരാജാവ് പറയുന്നത് ഭർത്താവിന്റെ ശുശ്രൂഷയാണ് നിന്റെ ഏറ്റവും വലിയ ധർമ്മം, അത് നീ മറക്കരുത് എന്നാണ്. അതായിരിക്കാം ശ്രീരാമസ്വാമി കാട്ടിലേക്ക് പോകുന്ന സമയത്ത് സീതാദേവിയോട് പറയും, ക്രൂരമൃഗങ്ങളും അതുപോലെ തന്നെ ക്ഷുദ്രജാതികളൊക്കെ ഉള്ള സ്ഥലത്ത്, രാക്ഷസ ജാതികളൊക്കെ ഉള്ള സ്ഥലത്ത് ദേവി വരരുത്, കല്ലും മുള്ളും നിറഞ്ഞിരിക്കുന്ന കാട്ടിലേക്ക് ദേവി വരരുത് എന്ന്. ഉടനെ ദേവി അതിന് മറുപടി പറയുന്നത് എന്താ അറിയോ? നിങ്ങളുടെ അച്ഛന്റെ വാക്കുകളെ സത്യമാക്കി തീർക്കാനാണ് നിങ്ങൾ കാട്ടിലേക്ക് പോകുന്നതെങ്കിൽ എനിക്ക് എന്റെ അച്ഛന്റെ വാക്കുകൾ സത്യമാക്കി തീർക്കേണ്ടതുണ്ട്. ഇത് പറയാൻ സീതാദേവിക്ക് ശക്തി കൊടുത്തത് ജനക മഹാരാജാവിന്റെ ഉപദേശമാണ്. ഇതെന്ന് എത്ര പെൺകുട്ടികൾക്ക് പറയാൻ സാധിക്കും നമ്മുടെ വീടുകളിൽ? അപ്പൊ അങ്ങനെയൊക്കെ ഒരു സംസ്കാരം അച്ഛനമ്മമാര് കൊടുത്തുകൊള്ളണം. എന്താണ് ധർമ്മം, എന്താണ് നിന്റെ ഡ്യൂട്ടി, കല്യാണം കഴിക്കുന്ന സമയത്ത് അത് ഉപദേശിച്ചു കൊടുക്കുന്നതിനെയാണ് എന്താ പറയാ, പാതിവൃത്യധർമ്മം എന്ന് പറയാം. ഇത് ഉപദേശിച്ചു ജനക മഹാരാജാവ്. ഇപ്രകാരം അവരവിടെ നിന്നും യാത്ര പുറപ്പെടുകയാണ്. അങ്ങനെ അവര് ദശരഥ മഹാരാജാവിന്റെ നേതൃത്വത്തില് അയോധ്യയിലേക്ക് കുറെ കാലാൾപ്പടകളും ആനകളും കുതിരകളും കുറെയൊക്കെ ഡൊണേഷൻ കൊടുത്തു ദശരഥ മഹാരാജാവിന്. ഈ കല്യാണ സമയത്ത് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഡൗറി കൊടുത്തു. അതൊക്കെ ആയിട്ട് അന്ന് സ്വർണ്ണമൊന്നും ആയിരുന്നില്ലേ കൊടുത്തിരുന്നത്, അന്നൊക്കെ കുറെ ആനകളും കുതിരകളും ഒക്കെയാണ് കൊടുക്കുക. ഇന്നും അതുപോലത്തെ ബുദ്ധി വന്നാൽ നല്ലതാ, കുറെ പശുക്കളെയൊക്കെ ഡൗറി കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കല്യാണം കഴിക്കുന്നവൻ അതോടുകൂടി നേരെയിക്കോളും. അപ്പൊ അങ്ങനെയൊക്കെ കുറെ സാധനങ്ങളൊക്കെ കൊടുത്ത് ഇതൊക്കെ കൊണ്ട് പോകുമ്പോഴാണ് ദൂരെ ഒരു ആരവം കേൾക്കുന്നത്. ഭയങ്കരമായ ഒരു പൊടിപടലങ്ങളൊക്കെ കണ്ടപ്പോ കുതിരയാണ് വരുന്നതെന്ന് മനസ്സിലായി. അങ്ങനെ അതാ കുതിരപ്പുറത്തൊരാള് അതിഗംഭീരമായ ഘോരമായ ഭാവത്തിന് കയ്യിലൊരു മഴുവും ചാവൊക്കെ പിടിച്ചുകൊണ്ടുവരണം. ദശരഥ മഹാരാജാവ് കണ്ടപ്പോഴേ സിസ്റ്റം ഒക്കെ താളം തെറ്റി. ഒന്ന് നിർത്തി, തന്റെ കുതിരയെ രഥത്തെയൊക്കെ പിടിച്ചു നിർത്തി, പുറകോട്ട് മെല്ലെ വലിഞ്ഞു. അതെന്താ അങ്ങോട്ട് വലിയാൻ കാരണം? വന്നിരിക്കുന്ന പാർട്ടി പ്രതിജ്ഞ ചെയ്തിട്ട് നടക്കുന്ന ആളാ. എന്താ പ്രതിജ്ഞ? 21 വട്ടം ക്ഷത്രിയന്മാരെ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കുന്നു. അന്ന് 2 കൂട്ടരെ അയാള് കൊന്നിരുന്നില്ല ഈ 21 വട്ടം കറങ്ങുന്നതിൽ. ആരൊക്കെയായിരുന്നു അത്രേ? ആരെങ്കിലും യാഗദീക്ഷ എടുത്തിട്ടുണ്ടെങ്കിൽ അവരെ കൊല്ലില്ല അയാള്, വിശ്വാമിത്ര മഹർഷി. രണ്ടാമത് കല്യാണം കഴിച്ച പുതിയ പാർട്ടികളെയും കൊല്ലില്ല. കാരണം കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്നല്ലോ. അതുകൊണ്ട് പരശുരാമസ്വാമി ക്ഷത്രിയ നിഗ്രഹത്തിന് ഇറങ്ങി പുറപ്പെട്ടു എന്ന് കേട്ടുകഴിഞ്ഞാൽ ആ വഴിക്കുള്ള രാജാക്കന്മാർ വേഗം പോയി ഒന്നുകിൽ കല്യാണം കഴിക്കും, അല്ലെങ്കിൽ വേഗം ചാണകം മെഴുകി ദർഭപ്പുല്ലിട്ട് യാഗദീക്ഷ സ്വീകരിക്കും, കൊല്ലാണ്ടിരിക്കാൻ. ദശരഥൻ എങ്ങനെയോ രക്ഷപ്പെട്ടതാ, കയ്യിൽ വീഴാതെ. ഇപ്പോഴിതാ യാഗദീക്ഷയും ഇല്ല, കല്യാണവും ഇല്ല. മകൻ കല്യാണം കഴിച്ച കൊണ്ടുവരുന്നത്.
കൊല്ലാൻ വേണമെങ്കിൽ ഇപ്പൊ അയാൾക്ക് സാധിക്കും. മെല്ലെ പുറകോട്ട് പോയി. അതാ തന്റെ നെഞ്ചൊക്കെ വിടർത്തി മഴയൊക്കെ കഴുത്തിലേക്ക് വെച്ചുകൊണ്ട് രാമന്റെ മുഖാമുഖം വന്നിട്ട് പറയുന്നു, ഹോ, ഞാൻ കേട്ടു, ഞാൻ കൊടുത്ത ചാപത്തെ, ആ തുരുമ്പ് പിടിച്ച ചാപത്തെ നീ പൊട്ടിച്ചു എന്ന്. രാമനാണ് നിന്റെ പേരെന്ന്. 2 രാമന്മാര് ഭൂമിയിൽ വേണ്ട, ഒരു രാമൻ മതി. 21 വട്ടം ക്ഷത്രിയന്മാരെ കൊന്നൊടുക്കിയ രാമനാണ് ഞാൻ. നീ എങ്ങനെയാ എന്നെപ്പോലെ ശക്തനായി തീരുക? ഞാൻ കൊടുത്ത തുരുമ്പ് പിടിച്ച ഇരുമ്പ് കഷത്തെ നിനക്ക് പൊട്ടിക്കാൻ സാധിച്ചുവെങ്കിൽ, അത്ര വലിയ മഹത്വം നിനക്കുണ്ടെങ്കിൽ, ശക്തിയുണ്ടെങ്കിൽ എന്റെ കയ്യിലിരിക്കുന്ന ഈ വൈഷ്ണവജാപത്തെ ഒന്ന് കുലച്ചതാന്ന് പറയണം. അങ്ങനെ ഒരു ഗർഭിതനായി പരശുരാമസ്വാമി ശ്രീരാമസ്വാമിയുടെ മുന്നിൽ തന്റെ ശക്തിയൊക്കെ പറഞ്ഞപ്പോ വളരെ താഴ്മയോടെ ശ്രീരാമസ്വാമി പരശുരാമസ്വാമിയുടെ മുന്നിൽ കൈകൂപ്പിക്കൊണ്ട് പറയാണ്, ചൊല്ലഴും മഹാനുഭാവന്മാരാം പ്രൗഢാത്മാക്കൾ വല്ലാതെ ബാലന്മാരോടിങ്ങനെ തുടങ്ങിയാൽ ആശ്രയം അവർക്കെന്തൊന്നുള്ളത് തപോനിധി സാശ്രയ കുലധർമ്മമെങ്ങനെ പാലിക്കുന്നു. എത്ര വിനയാന്വിതനായി! ഒരു നിമിഷം കൊണ്ട് ശ്രീരാമസ്വാമി വിനയാന്വിതനായി പറയാണ്, അങ്ങയെപ്പോലുള്ള ശക്തന്മാരായിട്ടുള്ള ആളുകൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്താ ഒരു ഗതിയുള്ളത്? അതുകൊണ്ട് അങ്ങ് ഞങ്ങളെ വേദനിപ്പിക്കരുത്. എന്നിട്ട് അവസാനം പറഞ്ഞു, നീ രാമനാണെന്നും പറഞ്ഞ് ഞെളിഞ്ഞു നടക്കുന്നു ക്ഷത്രിയാധമൻ, ഞാൻ ക്ഷത്രിയ നിഗ്രഹത്തിന് ഇറങ്ങി പുറപ്പെട്ടതാണ് എന്നൊക്കെ പറഞ്ഞപ്പോ പറയാണ്, എനിക്ക് ഒരു സഹായം ചെയ്യണം. അങ്ങ് തന്നിരിക്കുന്ന വൈഷ്ണവജാപത്തെ എനിക്ക് കുലയ്ക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് അവിടുത്തെ അനുഗ്രഹമായിട്ട് ഞാൻ സ്വീകരിക്കാം. അതല്ല, അതെങ്ങാനും കുലയ്ക്കാൻ എനിക്ക് സാധിക്കാതെ പോവുകയാണെങ്കിൽ എന്നെ വധിച്ചാൽ മതി, സഹോദരന്മാരെയും അച്ഛനെയും കൊല്ലരുത്. അപ്പൊ തന്റെ ശിരസ് വേണമെങ്കിൽ ശ്രീരാമസ്വാമി വെക്കാൻ തയ്യാറാണ്. ഈ ഒരു അപേക്ഷയുമായിട്ട് ശ്രീരാമസ്വാമി നിന്നപ്പോ പിന്നെ നിവൃത്തിയുണ്ടായില്ല. പരശുരാമസ്വാമിക്ക് തന്റെ വൈഷ്ണവജാപത്തെ കൊടുക്കുകയാണ്. അതിന്റെ ഞാണ് വലിച്ചു കെട്ടി അമ്പ് വെച്ചപ്പോഴാണ് ശ്രീരാമസ്വാമിയുടെ പ്രഭാവം, ശക്തി പരശുരാമസ്വാമി തിരിച്ചറിയുന്നത്. ഉടനെ ശ്രീരാമസ്വാമി ചോദിക്കുന്നു പരശുരാമസ്വാമിയോട്, മഹർഷേ, ഞാൻ വില്ല് വെച്ചു, ഇതെങ്ങോട്ടാണ് കുലയ്ക്കേണ്ടത് എന്ന് പറഞ്ഞു തന്നാലും. ആ നിമിഷം പരശുരാമസ്വാമിക്ക് മനസ്സിലായി, തന്റെ മുന്നിൽ നിൽക്കുന്ന ശ്രീരാമസ്വാമി സാധാരണ ഒരു വ്യക്തിയല്ല. കാരണം താൻ കൊടുത്ത ശൈവജാപത്തേക്കാൾ ശക്തിയുള്ള ഈ വൈഷ്ണവജാപത്തെ ഞാണ് പിടിച്ചു കെട്ടി കുലയ്ക്കണം എന്നുണ്ടെങ്കിൽ ദേഹത്തിൽ അമാനുഷികമായ ചില ശക്തികൾ ഉണ്ടായിരിക്കണം. കൈകൂപ്പി തൊഴുതുകൊണ്ട് പറഞ്ഞു, അവിടുന്ന് ഭഗവത് അവതാരമാണെന്ന് ബോധ്യം വന്നിരിക്കുന്നു. പിന്നീട് പരശുരാമസ്വാമിയുടെ ശക്തി പോലും ശ്രീരാമസ്വാമിയിലേക്ക് വന്നു ചേർന്നു. സീതയാകുന്ന മനസ്സ് ശ്രീരാമനിലേക്ക് ചേർന്നപ്പോ ശ്രീരാമൻ പൂർണ്ണനായി.